നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സിയെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി സ്വന്തമാക്കിയത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ നീക്കം. അതായത് ഇന്റർ മയാമി നേരത്തെ തന്നെ മെസ്സിക്ക് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും മെസ്സി ഇത്ര വേഗത്തിൽ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സമ്മർദ്ദങ്ങൾ ഒന്നും കൂടാതെ കളിക്കാൻ വേണ്ടി ലയണൽ മെസ്സി ഇന്റർ മയാമിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇംഗ്ലീഷ് ഇതിഹാസമായ ഡേവിഡ് ബെക്കാമാണ് ഇന്റർ മയാമിയുടെ ഒരു ഉടമസ്ഥൻ. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സിയുടെ ബോസ് എന്ന് ബെക്കാമിനെ ഇപ്പോൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ മെസ്സിയുടെ ബോസ് അല്ല താൻ എന്നുള്ള കാര്യം ഡേവിഡ് ബെക്കാം തന്നെ ഇപ്പോൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. മെസ്സിയെ തനിക്ക് സൈൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ലെന്നും ഇദ്ദേഹം ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ലയണൽ മെസ്സിയുടെ ബോസ് അല്ല, ഞാൻ അങ്ങനെ പരിഗണിക്കുന്നുമില്ല. മെസ്സിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. മെസ്സി എൻ്റെ ടീമിൽ ഉണ്ടല്ലോ എന്നത് പലരും പറയുമ്പോഴാണ് ഞാൻ അത് തിരിച്ചറിയുന്നത്. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം എൻ്റെ ടീമിൽ ഉണ്ട് എന്നത് എനിക്കിപ്പോഴും യാഥാർത്ഥ്യമല്ലാത്തതായി തോന്നുന്നു. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയ താരം ഇന്ന് ഇന്റർ മയാമിക്കൊപ്പമാണ് എന്നുള്ളത് എനിക്കിപ്പോഴും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഡേവിഡ് ബെക്കാം ഇപ്പോൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മെസ്സിയുടെ വരവ് കളത്തിനകത്തും പുറത്തും ഒരുപോലെ ഇന്റർ മയാമിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം ക്ലബിന് നേടിക്കൊടുക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഈ സീസണിലും മികച്ച പ്രകടനമാണ് ഇന്റർ മയാമി ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം മെസ്സി തന്നെയാണ്. അമേരിക്കൻ ലീഗിൽ 10 ഗോളുകളും 9 അസിസ്റ്റുകളും വളരെ ചുരുങ്ങിയ മത്സരങ്ങൾക്കുള്ളിൽ തന്നെ മെസ്സി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.